ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിയ ഫാൻറ്റസി. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളിതാ മറ്റേ ഷെഡല്ല മറ്റേ സാധനം ഇപ്പോൾ പറയാ ഒരു വലിയ വീട് പോലത്തെ ഒരു സ്ഥലമില്ലേ, ആ സ്ഥലത്ത് നമ്മൾ സർവൈവ് ചെയ്യാൻ പോവാണ്. പക്ഷെ എനിക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ പുറത്തൊക്കെ സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റൂലേ ചില ആൾക്കാർക്ക്, അതൊന്നും എനിക്ക് പറ്റൂല. അപ്പം നമ്മൾ ആകെ സർവൈവ് ചെയ്യാൻ പോകണം അവിടുത്തെ സാധനങ്ങളും ഫുഡും പിന്നെ ബെയർ ട്രാപ്പും ബണ്ണി ട്രാപ്പും അതൊക്കെ വെച്ചിട്ട് മാത്രം നമ്മൾ സർവൈവ് ചെയ്യാൻ പോണ്. അതിൻ്റെ പാർട്ട് 1 ആണ് ഈ സാധനം അപ്പുറത്തുള്ള പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ ഇടാം. ഓക്കെ ഗൈസ്, പിന്നെ നെക്സ്റ്റ് ടൈം ഏത് വീഡിയോ ആണ് കാണേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫയർ 5 എത്തിക്കണം. മാക്സ് ലെവൽ ആക്കണ്ട, പക്ഷെ അതിൻ്റെ കുറച്ച് തൊട്ട് മുന്നേ ആക്കണം. പിന്നെ നമ്മൾ കോയിൻ കളക്ട് ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് പറ്റുണ്ടെങ്കിൽ മേടിക്കും, പക്ഷെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റൂല. നമുക്ക് ഉള്ളിൽ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കളക്ട് ചെയ്തിട്ടൊരു കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കളക്ട് ചെയ്യാം ഗൈസ്. പിന്നെ ഈ ഒരു സാധനം എടുക്കണമെന്നുണ്ട്, അത് പിന്നെ എടുക്കാം. നമുക്കത് ആദ്യം ഫ്യൂവലൊക്കെ എടുക്കാം. ഈ ഫ്യൂവലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതൊക്കെ ഫയർ 5 അപ്പം നമ്മൾ ചെയ്യും. ഒന്നും എടുക്കാൻ പറ്റാത്തത് നമുക്കൊരു ഫയർ 5 എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഇത് നമ്മുടെ ഫയർ 5 എത്തിയിട്ടുണ്ട്. നമ്മൾ കിഡ്സിനൊന്നും സേവ് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് സർവൈവ് പാർട്ട് 2 നമ്മൾ ചെയ്യും. ഇപ്പം അത് പാർട്ട് 1 ആയതുകൊണ്ട് തന്നെ ചെയ്യണില്ല. പിന്നെ എപ്പോഴും ഞാൻ ഹംഗ്രി ആയിക്കുന്നുണ്ട്. നമ്മൾ ഫാം പ്ലോട്ട് ഉണ്ടാക്കണം, പക്ഷെ അവിടെ വെക്കാൻ പറ്റില്ല സർവൈവ് ചെയ്യുന്ന സ്ഥലത്ത്. കാരണം എനിക്ക് അറിയില്ല എനിക്കെന്താ വെക്കാൻ പറ്റുന്നത്. അതിന് പുറത്ത് വെക്കണമെങ്കിൽ എന്തൊരു സാധനം വേണം. അതിന് വേണ്ടിയിട്ട് റോബക്സ് വേണം. അത് എനിക്ക് റോബക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. അവിടേക്ക് പോകുന്നതിൻ്റെ മുന്നേ മാക്സിമം ഫുഡൊക്കെ കളക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. 99 നൈറ്റ്സ് സർവൈവ് ചെയ്യും, ലൈക്ക് പറ്റണത്ര സർവൈവ് ചെയ്യും. പിന്നെ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 പിന്നെ ഞാനിടും, ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടും. നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഇപ്പം അവിടെ പോയപ്പോൾ തന്നെ ഡെഡായാൽ പിന്നെ നമ്മൾ പാർട്ട് 2 ചെയ്യേണ്ടി വരും. കാരണം ഞാനത്ര പ്രോ ഒന്നുമല്ല. ഗൈസ്, നമുക്ക് സ്ക്രാപ്സും വേണം, പിന്നെ ഇതും വേണം, കോളും. ഇപ്പം എങ്ങാനും ഇതിൽ ചെയ്യാൻ പറ്റിയാൽ ലെവൽ 6 ആക്കാൻ പറ്റിയാൽ അപ്പോൾ നന്നാവും. ഗൈസ്, നമുക്ക് ഇതെന്തായാലും കുറേ കിട്ടുന്നുണ്ട്, അത് നന്നായി. ഇനി അങ്ങനെ സർവൈവ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കുറേ ആമോ വേണ്ടേ. ഗൈസ്, കുറേ സ്ക്രാപ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാണ്, പ്ലീസ് ഗൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തതിന് താങ്ക് യു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഇപ്പം മാക്സിമം കണ്ടുപിടിക്കണം അത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, ഇതിൽ കുറേ സ്ക്രാപ്സ് ഉണ്ട് കേട്ടോ. ഈ സ്ക്രാപ്സ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കണം. പിന്നെ നോ ഗൈസ്, ആൽഫ വുൾഫ് വേഗം അറ്റാക്ക് ചെയ്യാട്ടോ. ഓ ഭാഗ്യം. ഓ ഗൈസ്, ഇതും എടുക്കാം. നോ, പിന്നെ ആൽഫ വുൾഫ് വരണത് പെട്ട് ഗൈസ്, പെട്ട്. നമുക്ക് ഇത് കളക്ട് ചെയ്ത് പോലെ. നോ നമ്മുടെ എനർജി നല്ല ലോണ്. ബാൻഡേജ് യൂസ് ചെയ്യാം കേട്ടോ. യെസ് ഗൈസ്, ബാൻഡേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീറായിട്ട് തന്നെ ഇതിനെ കൊല്ലാൻ പറ്റുമായിരുന്നു, അത് അടിപൊളി. പക്ഷെ എനർജി പോകുന്നുണ്ട്, അതാ പ്രശ്നം. ഗൈസ്, നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എനിക്ക് അടിപൊളി സാധനം കിട്ടും. എനിക്ക് മറ്റേ ഇതാണ് വേണ്ടത്, ആർമർ. യെസ് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആർമർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. പിന്നെ മാക്സിമം ഫുഡൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ സ്ക്രാപ്സും ഇതും വേണം. അപ്പം നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ചിന് വേണ്ടിയിട്ട് വേറെ ഇത് വുഡ് കളക്ട് ചെയ്യണ്ടല്ലോ. ഗൈസ്, പിന്നെയും കോള് കണ്ടിട്ടുണ്ട്. അങ്ങനെ വെറും കഴിയാണ്ട് പോകണ്ട, നമ്മൾ ഇതും കൂടി എടുത്തിട്ട് പോവാം കേട്ടോ. പാടാ ഗൈസ്, നമ്മുടെ എനർജി ഇത്ര ലോ ആയിരുന്നോ? ഓ, നമ്മുടെ ബേസ് ഏതെന്നറിയാതെ അറിയാതെ പോയിട്ട് ആ സൈഡിലേക്ക് പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാം. അതിൻ്റെ ഫുഡ് ആവശ്യമുണ്ടായിരുന്നു, അപ്പം തന്നെ കണ്ടും ചെയ്ത്. എന്താ സാക്കിക്ക് കയറാൻ പറ്റാത്ത ഗൈസ്? അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ പിടിച്ചു കൊണ്ടുപോകാം.
ഓക്കെ ഗൈസ്, നമ്മുടെ എനർജി ഇത്ര ലോ ആയിരുന്നു എന്നിട്ട് സർവൈവ് ചെയ്ത് നമ്മൾ. കുഴപ്പമില്ല. പിന്നെ പാർട്ട് 2 കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ഡേ 6-7 ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ 6 ആയിട്ടുണ്ട്. ഇനി ഗൈസ് പോവാത്ത മാപ്പിലൊക്കെ നമുക്ക് പോകണം. പിന്നെ ഫർണിച്ചർ ട്രേഡർ ഇതുവരെയായിട്ട് വന്നിട്ടും ആവശ്യമൊന്നുമില്ല. ഓ ഗൈസ് കോൾ നിർത്തുക. പിന്നെ ഇവൻ്റെ അടുത്ത് നമുക്ക് ഫിഷിംഗ് റോഡും ടൈമിങ് ഫ്ലൂട്ടും എടുക്കാൻ പറ്റും ഗൈസ്. പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ പാർട്ട് 2 ചിലപ്പോൾ ഈ സ്ട്രോങ് ഹോൾഡ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അതിന് വേണ്ടിയിട്ട് അടിപൊളി വെപ്പണമൊന്നുമില്ല നമുക്ക്. എന്നാലും നോക്കാം. അപ്പുറത്ത് പോകാണ്ട്, അപ്പുറത്ത് ഫുൾ ആൽഫ വൂൾഫൊക്കെയാണ്. ഇവിടെ പോകാൻ നോക്കാം. ഓ ഇതിൽ പിന്നെയും കോൾ കിട്ടി. നമുക്ക് ഗുഡ്സ് ആക്ക് ഉണ്ടായിരുന്നു, നന്നായി. അപ്പോൾ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് മാക്സിമം ആമോ കിട്ടുന്നുണ്ട്, അതും നന്നായി. അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് പിന്നെയും കിട്ടി ഗൈസ്. ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നമുക്ക് ചിലപ്പോൾ റൈഫിൽ കിട്ടും ഗൈസ്. നമുക്ക് നോക്കാം ഏത് കിട്ടുമെന്ന്. നോ ഗൈസ്, നമുക്ക് റൈഫിൽ എന്താ കിട്ടാത്തത്? ഫുൾ ഇവനെ തട്ടാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ. നമുക്ക് റൈഫിൽ ഇതുവരെയായിട്ടും കിട്ടുന്നില്ല. റൈഫിൽ ആമോ കുറേ കിട്ടി, പക്ഷെ റൈഫിൽ കിട്ടുന്നില്ല. റൈഫിൽ ആമോ ഇനി എടുക്കുന്നുണ്ട്, കാരണം ഇനി എങ്ങനെ കിട്ടിയാലോ. ഓ ബാൻഡേജ്, ഇത് അടിപൊളിയാണ്. വെയിറ്റ്. ഓ ഗൈസ്, ബാക്കിൽ 2 വൂൾഫ് നമ്മളെ കൂടെ വരുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് പിപ്പി കിവിന് വേണമെന്നുണ്ട്, പക്ഷെ കിട്ടൂല. ഓ ഗൈസ്, പിന്നെയും കുറേ സ്ക്രാപ്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മളുടെ ഇൻവെൻ്ററിയിലുള്ളത് ഗുഡ് സാക്ക് ഉണ്ട്, ഗുഡ് ആക്സ് ഉണ്ട്, ഓൾഡ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, മെഡിക്കിറ്റ് ഉണ്ട് ഒന്ന്, പിന്നെ റിവോൾവർ ഉണ്ട്, സ്പിയർ ഉണ്ട്, സൺഡയൽ, റെഗുലർ ബെഡ്, കോമ്പസ്, ഫാം പ്ലോട്ട്, പിന്നെ ബാസ്കറ്റ് ബോള്, 2 ഷെൽഫ്, 2 ലൈറ്റ്നിങ് റോഡും, പിന്നെ വേറെ എന്താ ഉള്ളത് എനിക്ക് അറിയില്ല. ഇതുണ്ട് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇതൊന്നും നമ്മൾ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റണ്ട. ഇവിടെ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ബേസിൻ്റെ ഉള്ളിൽ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ഒരു ഡേ 9 ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ വീഡിയോ എൻഡാക്കും. പിന്നെ നെക്സ്റ്റ് പാർട്ട് 2 കളിക്കും. നമുക്ക് കോൾ കിട്ടിയിട്ടുണ്ട് ഡേ 6 എന്ന്. ഇത് ഫയർ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ 60ലാണ് നിൽക്കുന്നത്. എന്താ ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിംഗ് ബെഞ്ചിൽ 49 മറ്റേ മെറ്റലാണോ സ്ക്രാപ്പ് ഉണ്ട്. ഇനി നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. വുഡിന് മുന്നേ ഫുഡ് കളക്ട് ചെയ്യാം നമുക്ക്. നൈറ്റ് ഈസ് അപ്രോച്ചിങ് ഇപ്പോൾ കാണിച്ചിരുന്നില്ലേ. പക്ഷെ നമുക്ക് കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കോമ്പസ് അല്ല, സൺഡേയിൽ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റണില്ല. നമുക്ക് മറ്റേ ഇത് വരുമോ മറ്റാള്? ഇന്ന് ചിലപ്പോൾ കൾട്ടിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. വരുമോ? ഇപ്പം തന്നെ വെക്കണ്ടല്ലോ നമുക്ക്. ഇത് രണ്ടും ഇവിടെ വെക്കാം. ബെഡും ഇതൊന്നും ഇപ്പം തന്നെ വെക്കണില്ല. ഷെൽഫും ഇവിടെ തന്നെ വെക്കാം. പിന്നെ ലൈറ്റ്നിങ് റോഡും ഇവിടെ തന്നെ വെക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഡിസ്പ്ലേ നെയിം മാറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ലിയ പ്ലേസ് എന്നാക്കിയിരിക്കണ് കണ്ട. ലിയ പ്ലേസ് ബിൽഡ് എ ഷെൽഫ് എന്ന്. പിന്നെ ഞാൻ അവതാർ മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ അവതാർ നല്ല പൊട്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നില്ല. 1 ഡേ ഫുള്ള് ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ഡെഡ് ആയാൽ അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്നും കൂടി വേറെ പൊട്ട അവതാറാക്കിയിട്ട് മാറ്റും. നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ ഡെഡായ അത് ചെയ്യാൻ അവൻ ചാൻസ് കുറവാണ് ഗൈസ്. ദാ സ്പിയറും റിവോൾവറും മെഡിക്കിറ്റും ടോർച്ചും ഫ്ലാഷ് ലൈറ്റും ബാൻഡേജും പിന്നെ ബാസ്കറ്റ് ബോളും ഗുഡ് സാക്കും ഗുഡ് ആക്സും വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സർവൈവ് ചെയ്യാൻ പോണത്. പ്ലസ് നമുക്ക് ക്രോക്ക് പോട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് ഡേ 7 ആയിട്ടുണ്ട്. ഡേ 6-7 ഗൈസ്.
മറ്റേ എന്താ പറയുക ബയോഫ്യൂൽ പ്രോസസ്സോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുള്ള സാധനമില്ല, അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇത് റെഡി ആക്കണ നേരത്തൊക്കെ എങ്ങാനും ഫ്യൂവൽ നമ്മൾ ക്യാമ്പ് ഫയർ ഇതിൻ്റെ തീ പോയാൽ അപ്പോൾ നമ്മൾ ഡെഡാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ഗൈസ്. പിന്നെ നമുക്ക് ഇത് ഓയിൽ ബാരൽ വേണം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചിലപ്പം നമ്മുടെ ക്യാമ്പ് ഫയർ 6 ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഓയിൽ ബാരൽ ഉണ്ടാവുക അതന്നെയല്ലേ, ആ സാധനം ഉണ്ടാവുക ബെയറുള്ള സ്ഥലത്തായിരിക്കും. ബെയർ അല്ലെങ്കിൽ ആൽഫ വൂൾഫ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഇതിനെ ഇവരെ അവോയ്ഡ് ചെയ്യണം നമ്മൾ. ഗൈസ് ഇവിടെ ട്രാപ്പ് ഉള്ളത് ആർക്കും അറിയാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓ ഗൈസ് പിന്നെ ആർമർ ലെതർ ബോഡി ഗൈസ് അവിടെ ബെയർ ഉണ്ട് ഗൈസ്. കറക്റ്റ് ടൈം കോളുണ്ട്. പക്ഷേ നമുക്ക് ഗൈസ് ഗോൾഡ് ചെസ്റ്റ് ഉണ്ട് അവിടെ, നമുക്ക് അവിടെ പോകണം എന്നുണ്ട് ഗൈസ്. നമ്മുടെ ബെയറിനെ അറ്റാക്ക് ചെയ്തിട്ട് എന്നിട്ട് വേറെ ഒരു സ്ഥലത്താക്കാം, അപ്പം നമുക്ക് പറ്റും. ഓക്കെ ഗൈസ് ഈ ബെയറൊക്കെ നല്ല ബാഡീസാണ് ഗൈസ്. ബെയറിനെ വേറെ സ്ഥലത്തേക്കാക്കിയിട്ട് നമുക്ക് വേഗം പോയിട്ട് ഒളിച്ച് നിന്നിട്ട് അത് പോയി എടുക്കണം നമ്മളുടെ സാധനം. ഓക്കെ ഇതിൽ കൂടി പോവാം, അപ്പം ആ ബെയർ കാണൂല. ഓക്കെ ഗൈസ് വേറെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എവിടെ നിന്നിട്ടുണ്ട് കോയിനൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പോവുകയാണ്. ഇതവിടെ എന്താ സാധനം ഉണ്ടായിരുന്നു അവിടെ എടുത്തുനിന്ന്. അവിടെ നിന്ന് കോളില്ല, നമ്മൾ ഓൾറെഡി എടുത്തോണ്ട് തന്നെ അവിടെ കോളില്ല ഗൈസ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത നോ ഗൈസ് ബെയർ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെ എനർജി പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മളിൻ്റെ ബാൻഡേജ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടെ വരുന്നുണ്ട് എന്നാ തോന്നുന്നത്. വരുന്നുണ്ട്. ഇതെന്താ ഗൈസ് ഇപ്പോഴും കൂടെ തന്നെ വരുന്നത്, നല്ല ഫാസ്റ്റുമാണ്. ഇപ്പം അവിടെ നിന്ന് നമ്മൾ ദീ കൂടിനി പോവാം. പാർക്കോർ ചെയ്തിട്ട് പോകണം അല്ല വേണ്ട ഗൈസ്. നിങ്ങൾ പാർക്കോർ കിങ് ആണോ ക്യൂനാണോ കമൻറ്റ് ചെയ്യുക. എടുക്കാൻ പറ്റൂല, നമ്മുടെ സ്റ്റാക്ക് ഫുള്ളാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റൂല പറഞ്ഞു. വേറെ എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ആൽഫ വൂൾഫൊക്കെ ഉണ്ട്, അതിന് കുഴപ്പമില്ല. ആൽഫ വൂൾഫ് കുറച്ചും കൂടി കുഴപ്പമില്ല ഗൈസ്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്, വേഗം നമ്മൾ എടുക്കണം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നമുക്ക് സ്ട്രോങ് ആക്സ് കിട്ടും ഗൈസ്. 3, 2, 1 നോ ഗൈസ് നമുക്ക് ഇപ്രാവശ്യം ലക്കില്ല, അതുകൊണ്ട് ബാൻഡേജ് മെഡിക്കിറ്റാണ് കിട്ടിയത്. കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ഗൈസ് ഇതെന്താ, ബാൻഡേജ് ഗൈസ്, ഫ്രീ ബാൻഡേജും കിട്ടി. നമ്മൾ നല്ല ലക്ക് ഉണ്ട് തോന്നുന്നു കേട്ടോ. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അധികം ലക്കില്ല, അല്ലാതെ ലക്കുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഉള്ളത് ഗുഡ് സാക്ക്, ഗുഡ് ആക്സ്, ഫ്ലാഷ് ലൈറ്റ്, പിന്നെ 2 ബാൻഡേജ്, റിവോൾവർ, സ്പിയർ, റെഗുലർ ബെഡ്, 2 ബാസ്കറ്റ് ബോൾ, 1 ബാൻഡേജും. ഗൈസ് നമുക്ക് ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയും കുറേ OP വെപ്പൺ വേണം. നമ്മൾ ഇതുവരെയായിട്ട് ആകെ ഒറ്റ വട്ടേ ഞാൻ മറ്റേ ഇത് റൂബി ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഡേ 7 ആണ്. നമുക്ക് ഒരു ഡേ 9 ഇത് റെഗുലർ ബെഡ് ബിൽഡ് ചെയ്യുക, പിന്നെ മറ്റേത് ഗുഡ് ബെഡ് ബിൽഡ് ചെയ്യണം. ക്രോക്ക് പോട്ട് നമുക്ക് വേണ്ട, ഗുഡ് ബെഡ് ബിൽഡ് ചെയ്താൽ മതി. കാരണം ക്രോക്ക് പോട്ട് ആകുമ്പോൾ അവിടെ സർവൈവ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിൽക്കണ നേരത്ത് ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗുഡ് ബെഡ് ബിൽഡ് ചെയ്യുക. അതിന് 10 വുഡ് വേണം. അപ്പോൾ നമുക്ക് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് നേരമുണ്ട്. റാം ഹാസ് വോക്കൺ അപ്പ് നേരത്തെ കാണിച്ച പോലെ ഉണ്ട്. അപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാമിനേറ്റ് ചിലപ്പോൾ പറ്റും. ദൂരെ പോയാൽ റാമിനേറ്റ് ചിലപ്പോൾ പറ്റും, പക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യാം. ഗൈസ് അതിൻ്റെ ഉള്ളിൽ റാമ സ്പോൺ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നമുക്ക് ഡിഫെൻസ് നെക്സ്റ്റ് ടൈം കളിക്കുമ്പോൾ ഇതിൽ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിഫെൻഡർ ബേസ് എടുക്കാം. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കൂടെയൊക്കെ ചിലപ്പം കളിക്കാം. ഓക്കെ ഗൈസ് ഡേ 8 ആയിട്ടുണ്ട്. ഫുഡോ സ്പോൺ ചെയ്തതാണല്ലേ. ഞാൻ ഇപ്പോൾ റാബിറ്റിനായിട്ടാണ് സ്പോൺ ചെയ്ത പോലെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന്. ഗൈസ് നമുക്ക് മാക്സിമം ഫുഡ് കളക്ട് ചെയ്യാൻ നോക്കാം. ഏതെന്താ ഗൈസ് കിട്ടണില്ല എൻ്റെ ഉള്ളിൽ പോയിട്ട്.
ഞാൻ അടുത്ത ഇതിനെടുക്കണം. ഓ ഗൈസ്, നമുക്ക് ഇപ്പം തന്നെ ഈ ലൈറ്റ്നിങ് റോഡ് വെച്ച് നന്നായി. നമുക്കിപ്പോൾ തന്നെ ഈ ഫുഡൊക്കെ എടുത്തിട്ട് ഇവിടെ വേറെ സ്ഥലത്ത് വെക്കാം. അപ്പം ചിലപ്പോൾ നാളെ നീ വന്നാലോ ഫുഡ് വന്നാലോ ഗ്രോ പെട്ടെന്ന് ചെയ്യൂലേ. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് പംകിന് വേണം. അതാവുമ്പോൾ അടിപൊളിയായിരിക്കും. പെട്ടെന്ന് നമ്മളുടെ എനർജി ഇതാവും. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ഡേ 9 കാണാം. യെസ് ഗൈസ്, അങ്ങനെ ഡേ 9 ആയിട്ടുണ്ട്. അതാ നമ്മളറിയാതെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്. കൾട്ടിസ്റ്റൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ ബണ്ണി ട്രാപ്പ് വെച്ചിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗൈസ് നീ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം. അല്ല ഗൈസ്, നമ്മൾ വീഡിയോ ഇപ്പോൾ എൻഡ് ചെയ്താലാ? എന്നാൽ ശരി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.